എല്ലാവർക്കും നമസ്കാരം. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് തീരെ അന്വേഷിക്കാതെ പൂർണ്ണമായിട്ടും കുപ്രചരണം നടത്തി നമ്മുടെ രാജ്യത്തിനെയും നമ്മുടെ സൈന്യത്തിനെ പോലും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവണത നമ്മുടെ പല പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും പല വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പ്രചരണമായി കണ്ടത്. അതിലൊന്ന്, റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിന് 30 ദിവസത്തേക്ക് അമേരിക്ക ഇന്ത്യക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രഷറിയുടെ കമ്മ്യൂണിക്കേഷനിൽ സത്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. രണ്ടാമത്, ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം നമ്മുടെ ഇന്ത്യൻ നേവിയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ്. ഈ ആരോപണത്തിൽ പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാൻ്റെ ഒരു യുദ്ധക്കപ്പലിനെ അമേരിക്ക ടോർപിഡോ ചെയ്ത് തകർത്തു. അത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമായിരുന്നു അതിനോട് പ്രതികരിക്കുക എന്നുള്ളത്. നമ്മൾ അതിനെ തടഞ്ഞില്ല, ഒരു തരത്തിലുള്ള സഹായവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അങ്ങനെ നമ്മൾ ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ ഒപ്പം നിൽക്കുകയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സൈന്യത്തിനെ പോലും കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചില്ല കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആരോപണമാണ്. പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഈ ആരോപണവും ദുരാരോപണം തന്നെയാണ്. ആദ്യത്തെ വിഷയത്തിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെയുള്ള പൊളിറ്റിക്കൽ ബ്രൗണി പോയിന്റ്സിന് വേണ്ടി നമ്മുടെ സൈന്യത്തിനെയും രാജ്യ തീരുമാനങ്ങളെയും മോശമായി ചിത്രീകരിക്കുന്നതിനുള്ള ഒരു അൾട്ടീരിയർ മോട്ടീവാണ് ഇതിന് പിന്നിലുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സത്യത്തിൽ എന്താണ് ഇന്ത്യൻ ഓഷനിൽ നടന്നത്, ഇന്ത്യൻ സൈന്യം ഇതിൽ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്, നമ്മൾ എന്താണ് ചെയ്തത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത്. നോക്കാം. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട സംഭവം എന്താണ് എന്നുള്ളത് നോക്കുക എന്നുള്ളത് പ്രധാനമാണ്. IRIS ഡേന എന്ന ഒരു ഇറാനിയൻ യുദ്ധക്കപ്പൽ ഫെബ്രുവരി മാസം 25 നമ്മുടെ വിശാഖപട്ടണത്ത് നിന്ന് ഇറാനിലേക്ക് പുറപ്പെട്ടു. നമ്മുടെ നേവിയുമായി സഹകരിച്ച് മിലൻ എന്നുള്ള ഒരു സംയുക്ത സ്കിൽ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ് അവർ വിശാഖപട്ടണത്ത് എത്തിയിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഫെബ്രുവരി 25 തന്നെ ഈ കപ്പൽ വിശാഖപട്ടണം തുറമുഖം വിട്ടു. പിന്നീട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുന്നത് 3 ദിവസം കൂടി കഴിഞ്ഞ് ഫെബ്രുവരി മാസം 28 എന്നാൽ ആ സമയത്ത് ഈ കപ്പൽ ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഈ കപ്പൽ ആക്രമിക്കപ്പെടുന്നത് ഒരു US സബ്മറൈനിൽ നിന്ന് ഒരു ടോർപിഡോ ചെയ്യപ്പെട്ടത് മാർച്ച് മാസം 4 അതായത് ഇന്ത്യയുടെ വാട്ടേഴ്സിൽ നിന്ന് പുറപ്പെട്ട് ഒരാഴ്ച പൂർത്തിയായതിനു ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇനി പരിശോധിക്കേണ്ടത് ഇന്ത്യൻ മഹാസമുദ്രം എന്നത് പൂർണ്ണമായും ഇന്ത്യയുടെ നേവൽ കൺട്രോളിൽ ഉള്ളതാണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടുമല്ല. പേര് ഇന്ത്യൻ മഹാസമുദ്രം എന്നായിരിക്കും, പക്ഷേ ഇതിൽ തന്നെ ഇന്ത്യക്ക് കൺട്രോളുള്ള വാട്ടേഴ്സ് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. മറ്റ് രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട് എത്രത്തോളമാണ് അവരുടെ ടെറിട്ടറി എന്നതുമായി ബന്ധപ്പെട്ടും ഇതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഈ അപകടം നടന്നിരിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യക്ക് നിയന്ത്രണമുള്ള ഇന്ത്യൻ വാട്ടേഴ്സിൽ വെച്ചിട്ടല്ല ഈ കപ്പൽ ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതാണ്. ശ്രീലങ്കയിലെ ഗോൾ എന്ന പട്ടണത്തിന് പടിഞ്ഞാറ് ഏതാണ്ട് 20 നോട്ടിക്കൽ മൈൽ അകലെ, ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയ്ക്ക് തെക്ക് 60 നോട്ടിക്കൽ മൈൽ അകലെ, നമ്മുടെ വിശാഖപട്ടണത്ത് നിന്ന് 1200 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചാണ് ഈ കപ്പൽ ആക്രമിക്കപ്പെടുന്നത്, തകർക്കപ്പെടുന്നത്. ഇവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഇറാനും അമേരിക്കയും ഇപ്പോൾ യുദ്ധത്തിലുള്ള രണ്ട് രാജ്യങ്ങളാണ്. യുദ്ധസമയത്ത് ഏത് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ വെച്ചും ശത്രുവിൻ്റെ യുദ്ധക്കപ്പലിനെ പ്രത്യേകിച്ച് ഒരു യുദ്ധ പ്രഖ്യാപനം നടത്താതെ ആക്രമിക്കാനും തകർക്കുന്നതിനും അന്താരാഷ്ട്ര നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് തന്നെയാണ് അമേരിക്കൻ അന്തർവാഹിനി ഒരു ടോർപിഡോ ചെയ്ത് ഇറാൻ്റെ യുദ്ധക്കപ്പലിനെ തകർത്തിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. കാരണം ഓരോ യുദ്ധക്കപ്പലും അന്താരാഷ്ട്ര നിയമമനുസരിച്ച് അതാത് രാജ്യത്തിൻ്റെ പരമാധികാര പ്രദേശമാണ്. ഇറാൻ സർക്കാരിൻ്റെ ഉത്തരവിനനുസരിച്ചിട്ടാണ് IRIS ഡേന ഇന്ത്യയുടെ തുറമുഖത്ത് നിന്ന് പോകുന്നത്. അത് പിന്നീട് ഇറാൻ്റെ പൂർണ്ണമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഇന്ത്യൻ വാട്ടേഴ്സിന് പുറത്ത് സഞ്ചരിക്കുന്നത്. ഇതിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനോ നമ്മുടെ നേവിക്കോ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളതാണ് പ്രധാനം. മിലൻ എന്നുള്ള ഒരു ജോയിൻ്റ് എക്സസൈസിൽ പങ്കെടുത്തതുകൊണ്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നില്ല. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഡീഷണൽ റെസ്പോൺസിബിലിറ്റിയും ഉണ്ടാകുന്നില്ല. ഈ ജോയിൻ്റ് എക്സസൈസ് കഴിഞ്ഞ് IRIS ഡേന എന്ന ഈ കപ്പൽ സ്വന്തം രാജ്യത്തിൻ്റെ ഫ്ലാഗ് കാരിയറായിട്ട് ആ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് വിശാഖപട്ടണത്ത് നിന്ന് യാത്ര തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഒരു യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഡെഫിനറ്റ്ലി ശത്രുവിൻ്റെ ഒരു ടാർഗറ്റായി മാറുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ ജിയോ ലൊക്കേഷൻ ഡേറ്റ ഇന്ത്യ ഷെയർ ചെയ്തിട്ടില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് ഉണ്ട്, മറൈൻ സർവേലൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കപ്പലിൻ്റെ പൊസിഷൻ എവിടെയാണ്, എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ അവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള വാട്ടേഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അമേരിക്ക ഇതിനെ ആക്രമിച്ചത്. ഇവിടെ പല ആൾക്കാരും വിമർശനാത്മകമായി പറയുന്നത്
നമ്മുടെ നേവി ഇവർക്ക് ഒരു തരത്തിലുമുള്ള പ്രൊട്ടക്ഷൻ നൽകിയില്ല. ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ എന്ന നിലയിൽ നമ്മുടെ ഇന്ത്യൻ നേവി പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. ഇത് പൂർണ്ണമായും വാസ്തവ വിരുദ്ധമാണ്. കാരണം നമ്മുടെ നാവികസേനയ്ക്ക് നെറ്റ് പ്രൊവൈഡർ സെക്യൂരിറ്റി നൽകാൻ കഴിയുന്നത് യുദ്ധസമയത്തല്ല, അത് ശാന്തികാല സുരക്ഷയാണ്. അതായത് കടൽ കൊള്ളക്കാർക്കെതിരായിട്ടുള്ള സംരക്ഷണം, ദുരന്ത നിവാരണം, വ്യാപാര പാതകളുടെ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്ക് മാത്രമാണ് നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക. എന്നാൽ ആ പ്രിവിലേജും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഇടപെടാൻ നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. തന്നെയുമല്ല, ഒരു വിദേശ രാജ്യത്തിൻ്റെ യുദ്ധക്കപ്പലിനെ ഇന്ത്യൻ വാട്ടേഴ്സിന് പുറത്ത് എസ്കോർട്ട് ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. അങ്ങനെ എസ്കോർട്ട് ചെയ്യണം എന്ന് ഇറാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇവിടെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് യുണൈറ്റഡ് നേഷൻസിൽ തന്നെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഇന്ത്യക്കുള്ള പരമാധികാരം തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈലിനുള്ളിലുള്ള സ്ഥലത്ത് മാത്രമാണ്. ഈ സംഭവം നടന്നിരിക്കുന്നത് നമ്മുടെ തീരത്ത് നിന്ന് 200 നോട്ടിക്കൽ മൈൽ അകലെയാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അതായത് ഇറാന്റെ ഈ യുദ്ധക്കപ്പൽ നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം നിലനിൽക്കുന്ന ഇന്ത്യൻ വാട്ടേഴ്സിൽ നിന്ന് ബഹുദൂരം പിന്നിട്ട് സഞ്ചരിച്ചതിന് ശേഷമാണ് അവർ അമേരിക്കയുടെ ഒരു ടാർഗറ്റായി മാറുന്നത്. ഇനി അടുത്ത ആരോപണം നമ്മുടെ സൈന്യം ഉചിതമായിട്ട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ്, പ്രത്യേകിച്ച് നമ്മുടെ നേവി. ഇത് പൂർണ്ണമായും തെറ്റാണ്. കാരണം ഈ സംഭവം നടന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രോക്സിമിറ്റി ഉള്ളത് ശ്രീലങ്കയ്ക്കാണ്. ശ്രീലങ്കയുടെ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ ആദ്യം തന്നെ ഇതിൽ ഇടപെട്ടു. ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഇന്ത്യൻ നേവി ലോങ് റേഞ്ച് മാരിടൈം പട്രോൾ വിമാനം മാർച്ച് 4-ാം തീയതി രാവിലെ 10 മണിക്ക് തന്നെ ഇവിടെ നിന്ന് അയച്ചു. ആ സമയത്ത് തന്നെ വായുവിൽ നിന്ന് ലൈഫ് റാഫ്റ്റുകൾ അടക്കം താഴേക്ക് ഡ്രോപ്പ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള മറ്റൊരു വിമാനം സ്റ്റാൻഡ് ബൈയിലുമായിരുന്നു. നമ്മുടെ കപ്പലായിട്ടുള്ള INS തരങ്കിണി ഈ സെർച്ച് ഏരിയയിൽ വൈകുന്നേരം 4 മണിയോടുകൂടി എത്തി. അതുകൂടാതെ INS ഇക്ഷക് എന്ന നമ്മുടെ കപ്പൽ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. ഈ ദൗത്യസംഘങ്ങളെല്ലാം ശ്രീലങ്കയുമായി കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 കാര്യങ്ങൾ പ്രധാനമായി പരിഗണിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇറാന്റെ ഈ ഒരു യുദ്ധക്കപ്പലിനെ അമേരിക്ക വീഴ്ത്തിയത് ശരിയായിട്ടാണോ എന്നുള്ളത്. പൂർണ്ണമായിട്ടും അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ്, യുദ്ധ നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് ആ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാരണം 1949 2-ാം ജനീവ കൺവെൻഷനോ 1907 ഹേഗ് കൺവെൻഷനോ സായുധ സംഘർഷം നടക്കുന്ന സമയത്ത് യുദ്ധക്കപ്പലുകളെ ആക്രമിക്കരുത് എന്ന് പറയുന്നില്ല. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഉണ്ടാക്കിയിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ ആർട്ടിക്കിൾ 2-4 പറഞ്ഞിരിക്കുന്ന നിയന്ത്രണങ്ങൾ പ്രകാരം 2 രാജ്യങ്ങൾ തമ്മിൽ ഔദ്യോഗികമായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം ഉണ്ടാകേണ്ട ആവശ്യം പോലുമില്ല. അതുകൊണ്ട് തന്നെ 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു സായുധ സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഒരു യുദ്ധപ്രഖ്യാപനത്തിൻ്റെ ആവശ്യമില്ല. 2 രാജ്യങ്ങളുടെയും സായുധ സേനകൾ പരസ്പരം ടാർഗറ്റുകളായിട്ട് തന്നെയാണ് ആ സമയത്ത് പരിഗണിക്കപ്പെടുകയും. അതുകൊണ്ട് തന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു സായുധ സംഘർഷം ആരംഭിച്ച സ്ഥിതിക്ക് ഇറാന്റെ ഒരു യുദ്ധക്കപ്പലിനെ വീഴ്ത്താൻ അമേരിക്കയുടെ ഒരു സബ്മറീന് അവകാശമുണ്ട്. അത് നിയമപരമായിട്ട് തെറ്റല്ല. എന്നാൽ ഇതേ സമയം തന്നെ അമേരിക്ക ചെയ്ത മറ്റൊരു തെറ്റ് കൂടിയുണ്ട്. അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ സായുധ സേനയുടെ ഏതെങ്കിലും ഒരു അസറ്റ് ആക്രമിക്കുകയാണ് എങ്കിൽ അതിനെ കീഴ്പ്പെടുത്തിയതിനു ശേഷം നമുക്ക് സ്വയം ഒരു തരത്തിലുമുള്ള റിസ്ക് ഇല്ല എന്ന് അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷാപ്രവർത്തനത്തിന് പോകണം എന്നുള്ളതാണ് അന്താരാഷ്ട്ര നിയമം. അതായത് ഇവിടെ ഈ സബ്മറൈൻ ഈ ഒരു യുദ്ധക്കപ്പലിനെ വീഴ്ത്തിയതിന് ശേഷം ആ മേഖലയിൽ ഈ സബ്മറൈന് യാതൊരു വിധത്തിലുള്ള ഭീതികളുമില്ല, യാതൊരു വിധത്തിലുള്ള ത്രെട്ടുകളുമില്ല എന്നുള്ളത് കൊണ്ട് അവർ രക്ഷാപ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യണമായിരുന്നു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പ്രകാരം ഇതിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അവരെ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി, അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് മറ്റു തരത്തിലുള്ള പരിചരണങ്ങൾ നൽകുന്നതിന് വേണ്ടി അമേരിക്ക ശ്രമിക്കണമായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള സഹകരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവർ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നതിന് തെളിവാണ്. എന്നാൽ ഇതൊന്നും തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെയോ നമ്മുടെ നാവികസേനയുടെയോ ഉത്തരവാദിത്തമല്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പരമാധികാരം നിലനിൽക്കുന്ന ഇന്ത്യൻ വാട്ടേഴ്സിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ചതിന് ശേഷമാണ് ഈ ഇറാനിയൻ യുദ്ധക്കപ്പലിന് ഈ ഒരു അവസ്ഥയുണ്ടായത്. തന്നെയുമല്ല, നമ്മൾ ഇറാനോട് സഹകരിച്ച മറ്റൊരു സംഭവം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇതേ മേഖലയിൽ തന്നെ ഇറാന്റെ മറ്റൊരു യുദ്ധക്കപ്പലുണ്ടായിരുന്നു, IRIS 11 എന്നുള്ള ഒരു യുദ്ധക്കപ്പൽ. എന്നാൽ ഈ കപ്പലിന് സാങ്കേതികമായിട്ടുള്ള ചില തകരാറുകൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇറാനിയൻ അതോറിറ്റീസ് ഇന്ത്യയെ ഫെബ്രുവരി മാസം 28 തന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ഓർക്കുക, ആ ദിവസമാണ് ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നത്. എന്നാൽ ഈ യുദ്ധമൊന്നും തന്നെ ഒരു തരത്തിലും പരിഗണിക്കാതെ ഇറാനിൽ നിന്ന് ഇങ്ങനെ ഒരു ഡിസ്ട്രസ് മെസ്സേജ് ലഭിക്കുമ്പോൾ ആ സമയത്ത് തന്നെ കൊച്ചിയിൽ ഡോക്ക് ചെയ്യുന്നതിന് ഈ ഇറാനിയൻ കപ്പലായിട്ടുള്ള IRIS 11 ഇന്ത്യ അനുമതി നൽകുകയും ചെയ്തു. അതിൻ പ്രകാരം മാർച്ച് മാസം 1-ാം തീയതി കൊച്ചിയിൽ ഈ കപ്പൽ ഡോക്ക് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുന്നു. മാർച്ച് 4-ന് ഈ കപ്പൽ കൊച്ചിയിലെത്തി ഡോക്ക് ചെയ്യുന്നു.
ഈ കപ്പലിൽ ആകെയുള്ളത് 183 ആൾക്കാരാണ്. ഈ ആൾക്കാരെ അത്രയും നമ്മൾ കൊച്ചിയിലെ നേവൽ ഫെസിലിറ്റിയിൽ അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ IRIS ഡേന എന്ന ഇറാനിയൻ യുദ്ധക്കപ്പലിനെ അമേരിക്ക ആക്രമിക്കുമ്പോൾ അതിൽ ഒരു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള എൻഗേജ്മെൻറ്റിനും നമ്മുടെ രാജ്യത്തിന് സാധ്യമല്ല എന്നുള്ളതാണ് പ്രധാനം. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് എന്ന് കരുതി ഇന്ത്യൻ കൺട്രോൾഡ് വാട്ടേഴ്സിലല്ല ഇത് നടന്നിരിക്കുന്നത്, ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് ഇതിലൊന്നും ചെയ്യാനില്ല. നമ്മുടെ അതിഥി ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ വിശാഖപട്ടണം തുറമുഖം വിട്ടതിന് ശേഷം പൂർണ്ണമായും ഇറാൻ്റെ താല്പര്യത്തിലാണ് ആ കപ്പലിൻ്റെ തുടർന്നുള്ള യാത്ര. തന്നെയുമല്ല, ഒരു തരത്തിലുള്ള ഡിസ്ട്രസ് മെസ്സേജുകളും അവർ നമുക്ക് തന്നിരുന്നില്ല. നമ്മളോട് ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം അവരാവശ്യപ്പെടുകയും ചെയ്തിരുന്നില്ല. അങ്ങനെ സംരക്ഷണം ആവശ്യപ്പെട്ട ടെക്നിക്കലായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന കപ്പലിന് ഈ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിലും കൊച്ചിയിൽ ഡോക്ക് ചെയ്യുന്നതിന് നമ്മൾ ഒരു താമസവും ഇല്ലാതെ തന്നെ പെർമിഷൻ നൽകുകയും ചെയ്തു. അത് കൊച്ചിയിൽ ഡോക്ക് ചെയ്യുകയും ചെയ്തു. അതിലുള്ള ആൾക്കാരെ മുഴുവനും നമ്മൾ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വസ്തുതകൾ എന്നിരിക്കെ നമ്മുടെ രാജ്യത്തിനെ കുറ്റപ്പെടുത്തുന്നതിന്, നമ്മുടെ സൈന്യത്തിനെ കുറ്റപ്പെടുത്തുന്നതിന് ഒക്കെ വേണ്ടി പല പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും സോഷ്യൽ മീഡിയയിലുള്ള പല ആൾക്കാരും ശ്രമിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആപൽക്കരമായിട്ടുള്ള ഒരു പ്രവണതയാണ്. നമുക്ക് രാഷ്ട്രീയമായിട്ട് ആൾക്കാരോട് എന്തെങ്കിലും തരത്തിലുള്ള വിരോധമുണ്ടെങ്കിൽ, ആരോപണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തന്നെ പറയാം. പക്ഷെ അതൊരിക്കലും നമ്മുടെ ദേശീയ താല്പര്യങ്ങളെ ബലികഴിച്ചുകൊണ്ടാവരുത്. നമ്മുടെ സൈന്യത്തിനെ അതിനുവേണ്ടി പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാവരുത്. നമ്മുടെ സൈന്യത്തിന് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു കാര്യത്തിൽ അവരെന്തോ തരത്തിലുള്ള റഫറി കളിക്കണമായിരുന്നു എന്ന രീതിയിലത്തേക്കൊക്കെ പറയുക, അനാവശ്യമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് എൻഗേജ് ചെയ്യുക എന്നൊക്കെ പറയുക എന്നത് പൂർണ്ണമായിട്ടും പെറ്റി പൊളിറ്റിക്സിൻ്റെ താല്പര്യത്തിൽ മാത്രം നടത്തുന്ന ആരോപണങ്ങളാണ്. അതിന് ബലി കൊടുക്കാനുള്ളതല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻ്റഗ്രിറ്റി, നമ്മുടെ നാവികസേനയുടെ ഇൻ്റഗ്രിറ്റി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ധീര സൈനികർക്ക് അവരുടെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾക്ക്, നീക്കങ്ങൾക്ക് സമ്പൂർണ്ണ പിന്തുണയും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.